ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അവിടുത്തെ അഭിഷേകം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ദിവ്യവചനം കൊണ്ടും അവിടുന്ന് നമ്മെ എല്ലാവരെയും നിറച്ച് 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 വഴി നടത്തട്ടെ. എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ വഴി നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് വഴി നടക്കേണ്ടത്. എങ്ങനെയാണ് ഒരു ദൈവ മനുഷ്യൻ വഴി നടക്കേണ്ടത് എന്ന് ചോദിച്ചാൽ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് വഴി നടക്കേണ്ടത്. വചനം ഉള്ളിലുള്ള വ്യക്തിക്ക് ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും കൈവിട്ടാലും സംസാരിക്കാനില്ലെങ്കിലും പ്രാർത്ഥിക്കാനില്ലെങ്കിലും കൂട്ടുകൂടാനില്ലെങ്കിലും വചനം ഉള്ളിലുള്ള വ്യക്തിക്ക് എപ്പോഴും ഒരാൾ സംസാരിക്കുന്ന പോലെ തോന്നും, എപ്പോഴും ഒരാൾ അഡ്വൈസ് ചെയ്യുന്ന പോലെ തോന്നും, എപ്പോഴും ഒരാൾ നമ്മളെ ഇങ്ങനെ നടത്തുന്നത് പോലെ, വഴി പറഞ്ഞു തരുന്നത് പോലെ, കറക്റ്റ് ചെയ്യുന്നത് പോലെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ ഒരു അഭിഷേകത്തിനായി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനത്തെ ഒരു അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരട്ടെ. അങ്ങനത്തെ ഒരു കൃപ നമ്മുടെ മേൽ പകരട്ടെ. ആരും സംസാരിക്കാനില്ലാത്തത് കൊണ്ടല്ലേ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്നത്. ആരും വഴി നടത്താനില്ലാത്തത് കൊണ്ടും ആരും ഒന്ന് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്നത്. സംസാരിക്കുന്നവരെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സംസാരിക്കാത്തത് കൊണ്ടല്ലേ നമ്മൾ ആരുമില്ല എന്ന് തോന്നുന്നത്, ഏകനാണെന്ന് തോന്നുന്നത്. എന്നാൽ വചനമകത്ത് കയറാനുള്ളൊരു അഭിഷേകം കർത്താവ് നമ്മുടെ മേൽ പകരട്ടെ. വചനമകത്ത് കയറാൻ, വചനമകത്ത് കയറാൻ, വചനമകത്ത് കയറാൻ. റാൽബ്ര ഖയൗസ ടെലൈഖൗ ഫാദർ ഓഫ് ഗാഡ് മൈസുറ ഖെറ്റാൽബി ഷാന്റെലിറി കി മഹൗസിയാല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു അഭിഷേകം കർത്താവ് നമ്മുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ദൈവം ഒരു വ്യക്തിയെ നടത്തുന്നത് വചനത്തിലൂടെയാണ് നടത്തുന്നത്. നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വലിയ ആൾ ചമഞ്ഞല്ല നടക്കേണ്ടത്. നമ്മൾ നടക്കേണ്ടത് വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. പറഞ്ഞേ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നടന്നാൽ എൻ്റെ കാല് തട്ടത്തില്ല, ഞാൻ കളം മാറി ചവിട്ടത്തില്ല. ഞാൻ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടന്നാൽ, വചനമുണ്ടെങ്കിൽ ആത്മാവുണ്ട്, വചനമുണ്ടെങ്കിൽ അഭിഷേകമുണ്ട്, വചനമുണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ട്, വചനമുണ്ടെങ്കിൽ പ്രോമിസസ് ഉണ്ട്, വാഗ്ദത്തങ്ങൾ ഉണ്ട്. ഇതെല്ലാം ദൈവം തൻ്റെ വചനത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് നൽകുന്നതും നൽകിയിട്ടുള്ളതും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാനിരിക്കുമ്പോൾ ഇതിനകത്തുണ്ട് താങ്കളുടെ വാഗ്ദത്തങ്ങൾ, ഇതിനകത്തുണ്ട് താങ്കളുടെ ഡെലിവറൻസ്, ഇതിനകത്തുണ്ട് താങ്കൾക്കുള്ള എല്ലാ ബ്ലെസ്സിങ്സ്. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കും, നിങ്ങളെല്ലാവരെയും ദൈവം വഴി നടത്തും, നിങ്ങളെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വചനം പറയുന്നത് പോലെ ദുഃഖകാലം തീർന്നു പോകും. ഒരിക്കൽ കൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഓർത്തും ഞങ്ങളെ ഓർത്തുമൊക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ഓരോ വ്യക്തികളെ എഴുന്നേൽപ്പിക്കും, പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തി. ആമേൻ. കൂട്ടായ്മയെ താങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി. അത് ദൈവത്തിൻ്റെ മിനിസ്ട്രി ആയതുകൊണ്ടാണ്, കർത്താവിൻ്റെ മിനിസ്ട്രി ആയതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗം ഒരു പ്രത്യേക പ്രതിഫലം നൽകിയിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം, സങ്കീർത്തനങ്ങൾ 23-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എങ്ങനെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്, ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ എങ്ങനെയാണ്, ഇതിൽ നിന്ന് തുടങ്ങി വലിയൊരു റെവലേഷനിലേക്ക് നാം പോയി കർത്താവിൽ നിന്ന് പുതിയ കൃപയും അഭിഷേകവും സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് പിരിയും. ഹല്ലേലൂയ. അപ്പം തന്നെ നിങ്ങൾക്ക് പറ്റുന്നവർക്കെല്ലാം ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടി വരുത്തണം. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഉണ്ട്. ബൈ ചാൻസിൽ ചിലപ്പോൾ അത് 7 മണി ആകാറുണ്ട് മീറ്റിംഗ്. അത് മറ്റ് ചില സാങ്കേതിക തടസ്സങ്ങളും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ടാണ് 7 മണിക്കപ്പുറം മീറ്റിംഗ് പോകത്തില്ല. പലരും മെസ്സേജ് ചെയ്ത് ചോദിക്കുമ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് മീറ്റിങ്ങിൻ്റെ ഒരുക്കത്തിലായതുകൊണ്ടാണ്. അപ്പം
ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ അയച്ചു തരാതെ തന്നെ കിട്ടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. 23-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ദൈവം ഉള്ള ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യങ്ങൾ എന്ന് വേണമെങ്കിൽ എനിക്കിതിനെ പറയാം. ദൈവമുള്ള ഒരു മനുഷ്യൻ്റെ, ഒന്നും കൂടെ പറഞ്ഞാൽ ഇടയനുള്ള ഒരാടിൻ്റെ സൗഭാഗ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ കാണുന്ന എല്ലാ ദൈവമക്കളും നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നുള്ളതല്ല നമ്മുടെ ചിന്താ വിഷയം. നിങ്ങളുടെ ലൈഫിൽ ദൈവമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ഇടയനുള്ള ഒരാടിൻ്റെ സൗഭാഗ്യം പോലെ, ദൈവം ഉള്ള ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യം പോലെ, ഇന്നത്തെ ഈ വചനം വായിച്ച് കേട്ടതും വായിച്ചതുമാകുന്ന, വായിച്ച ഞാനും വായിച്ച് കേട്ട താങ്കളും ഒരുപോലെ സൗഭാഗ്യമുള്ളവരാണ് എന്നെനിക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നത്. ഈ തീയതി വരെയും ഞാൻ നിന്നതും എന്നെ കാണുന്ന നിങ്ങൾ നിന്നതും, നമ്മൾ നിന്നത്, നമുക്കുള്ളവർ നിന്നത്, ഇതുവരെ കാര്യങ്ങളൊക്കെ ഇത്രടം വരെ എത്തിയത് നമ്മൾ ആരും ഉന്തിയും തള്ളിയും എത്തിച്ചതല്ല. ഒരിടയൻ ഇതുപോലെ നമ്മെ നടത്താനും നമ്മെ കിടത്താനും നമ്മെ നയിക്കാനും നമ്മെ കുടിപ്പിക്കാനും തണുപ്പിക്കാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വചനം പ്രാർത്ഥനയിൽ പറഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ സാക്ഷ്യ സമയങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഈ വാക്യം പറയാറുണ്ട്. എന്നാൽ ഈ വചനത്തിൻ്റെ അകത്ത് കിടക്കുന്ന കാതലായ അംശമെന്ന് പറയുന്നത്, ഇതിൻ്റെ മർമ്മഭാഗമെന്ന് പറയുന്നത്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈബിളിൻ്റെ മുഴുവൻ കണ്ടന്റും അടങ്ങിയിരിക്കുന്ന ഒരു വചനമാണ്. ബൈബിളിൻ്റെ 66 പുസ്തകങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്ത് അടങ്ങിയിരിക്കുന്ന, അതിന് മുഴുവൻ സാരാംശവും അടങ്ങിയിരിക്കുന്ന വചനമാണ് 23-ാമത്തെ സങ്കീർത്തനത്തിൽ കിടക്കുന്നത്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, യഹോവ എൻ്റെ ഇടയനാകുന്നു. സഹോദര സഹോദരി, ആരുമില്ല എന്ന് ഞാൻ ഒറ്റപ്പെടുന്നു, ഞാൻ തളരുന്നു, താങ്ങാൻ ആരുമില്ല, ആരും താങ്ങുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആദ്യമേ നിങ്ങൾക്ക് ഒരു ഗാർഡിയൻ ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു. പലരും ഇടയസ്ഥാനത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം, എന്നാൽ വേണ്ടത്ര ശുശ്രൂഷ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകുകയില്ല. പലരും ഇടയസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടാകാം, എന്നാൽ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നുണ്ടാകുകയില്ല. പലരും ഇടയസ്ഥാനത്ത് നിന്ന് നിങ്ങളെ നയിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളെ നടത്താം എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദാവീദ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു നാമം ഒരു മനുഷ്യൻ്റെ നാമമല്ല, തൻ്റെ കുലത്തിൻ്റെ നാമമല്ല, ഇശായിയുടെ നാമമല്ല, തൻ്റെ ജ്യേഷ്ഠൻ്റെ നാമമല്ല, അനുജൻ്റെ നാമമല്ല, വലിയമ്മയുടെ നാമമല്ല, വലിയച്ഛൻ്റെ നാമമല്ല, ആരുടെ നാമവുമല്ല. താൻ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഒരു ഇടയച്ചക്കൻ പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. കമോൺ, ഒരു ഇടയച്ചക്കൻ അറിയാം ഇടയൻ്റെ ദൗത്യം എന്താണ്. ഇടയച്ചക്കൻ അറിയാം ഇടയനില്ലെങ്കിൽ ആടുകളുടെ അവസ്ഥ എന്താണ്. ഒരേ സമയം ഇടയനായിട്ട് നിൽക്കുകയും അതേസമയം എനിക്കൊരു ഇടയൻ വേണമെന്ന് പറയുന്ന ഒരാടിൻ്റെ സ്ഥാനത്താണ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, തൻ്റെ വളർത്തുമൃഗമാകുന്ന ആടുകൾക്ക് ദാവീദ് എന്ന് പറയുന്ന ഇടയനില്ലെങ്കിൽ എന്തുമാത്രം ഭീഷണിയുണ്ട്. അവരുടെ പ്രാണൻ പോലും ആപത്തിനകത്ത് അകപ്പെട്ടു പോകുമെന്നും ക്രൂര മൃഗങ്ങൾ വന്ന് അതിനെ കടിച്ചു കീറുമെന്നും ഒക്കെ തിരിച്ചറിയുന്ന ദാവീദ് പറയുന്നു, അവർക്ക് ഞാൻ ഇടയനായിരിക്കുന്നത് പോലെ എനിക്ക്
എനിക്ക് ഒരു ഇടയനെ ആവശ്യമുണ്ട്. ആ ഇടയനെ ഞാൻ തേടിപ്പോകുന്നില്ല. ആ ഇടയന്റെ നാമം എനിക്കറിയാം. യാഹുവേ എന്നാകുന്നു അവന്റെ നാമം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ മുഴുവൻ നിയന്ത്രണവും ഞാൻ ആ ഇടയന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിന്റെ മുഴുവൻ നിയന്ത്രണവും ഞാൻ ആ ഇടയന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എനിക്ക് ദൈവം തന്നിട്ടുള്ള ഓരോ ജനത്തെയും ഞാൻ ആ ഇടയന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ദൈവം എനിക്ക് തന്നിട്ടുള്ളതെല്ലാം ഞാൻ ആ ഇടയന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആ ഇടയന്റെ നാമമാകുന്നു യാഹുവേ. യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഹല്ലേലൂയ. ഒരു ഇടയനില്ലെങ്കിൽ ആടിന്റെ അവസ്ഥ എന്താകുമെന്നറിയുന്ന ദാവീദ് അഭിഷേകം തൻ്റെ മേലുണ്ടെങ്കിലും, കൃപകളും ശക്തിയും, പരാക്രമശാലിയാണെങ്കിലും, ആയോധന കലകളിൽ അഭ്യാസിയുമാണെങ്കിലും, സകലത്തിലും നിപുണതയുള്ളവനാണെങ്കിലും, യോദ്ധാവാണെങ്കിലും, ഇടയസ്ഥാനത്ത് ദൈവമില്ലെങ്കിൽ തൻ്റെ ജീവിതം എത്ര കണ്ട് ദുരന്തമുഖത്തിലേക്ക് തള്ളപ്പെടുമെന്ന് ആ മനുഷ്യൻ അറിയുന്നത് പോലെ, ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവമില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സ്ഥാനം ശൂന്യമാണെങ്കിൽ, എല്ലാമുണ്ട്. പ്രാർത്ഥനയുണ്ട്, അഭിഷേകമുണ്ട്, കൃപകളുണ്ട്, ബന്ധങ്ങളുണ്ട്, സമ്പത്തുണ്ട്, വാഹനമുണ്ട്, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും മക്കളെ, ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം ഇല്ലെങ്കിൽ നമ്മൾ നടക്കുന്നതിനൊരു പരിമിതിയുണ്ട്. നടത്തുന്നത് അവനാണെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സൗകര്യങ്ങളെല്ലാം ഈ സൗകര്യങ്ങൾ നമ്മൾ കൊണ്ട് നടക്കും. സൗകര്യങ്ങൾ നമ്മളെ നടത്തത്തില്ല. സൗകര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എനിക്ക് കാറുണ്ടെങ്കിൽ കാറും കൊണ്ട് ഞാനാണ് നടക്കുന്നത്, കാർ എന്നെ കൊണ്ടല്ല നടക്കുന്നത്. ഞാൻ ഓടിക്കാതെ കാർ എന്നെ എടുത്തുകൊണ്ട് പോകത്തില്ല. അപ്പൊ അതിനെ കൊണ്ട്, ആ സൗകര്യവും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് ഡ്രസ്സുണ്ടെങ്കിൽ ഞാൻ നിന്റേതാന്ന് പറഞ്ഞ് എൻ്റെ മേത്ത് കയറി വരുവല്ല. ഞാൻ ഇതിനെ കൊണ്ടാണ് നടക്കുന്നത്. ഇതെന്നെ കൊണ്ടാണോ നടക്കുന്നത്? അല്ല, ഞാൻ ഇതിനെ കൊണ്ടാണ്. സൗകര്യങ്ങൾ, സമ്പത്ത്, ബന്ധങ്ങൾ, ഇതെല്ലാം ഞാൻ കൊണ്ടു നടക്കണം. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്നെ കൊണ്ട് നടക്കും. അതതിൻ്റെ പ്രത്യേകത. നിങ്ങൾ ദൈവത്തെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടോ? ദൈവത്തെ എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ദൈവത്തിനൊന്നും നമ്മൾ ഉടുപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ദൈവത്തിനൊന്നും നമ്മൾ തൊട്ടു കൊടുക്കേണ്ട കാര്യമില്ല. ദൈവം തന്നെ മനുഷ്യനെ എടുത്തുകൊണ്ട് നടക്കുക ചെയ്യുന്നത്. ഫിലിപ്പോസ് ദൈവത്തെ എടുത്തുകൊണ്ട് നടന്നില്ല. ഫിലിപ്പോസിനെ ദൈവം എടുത്തുകൊണ്ട് നടന്നു. ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന്റെ സ്ഥാനം ശൂന്യമല്ലെന്ന് ഉറപ്പുവരുത്തണം. ദൈവത്തിന്റെ സ്ഥാനം ശൂന്യമല്ലെന്ന് ഉറപ്പുവരുത്തണം. ദൈവത്തിന്റെ സ്ഥാനം, ആരെങ്കിലും ദൈവത്തിന്റെ സ്ഥാനത്ത് വേറെ മുഖങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു പലർക്കും കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരെയൊക്കെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട ഒരു മഹത്വം ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെ അനുസരിച്ച് നടന്ന വ്യക്തികളെ എടുത്തു വെച്ച് ദൈവമാക്കി പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിലക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ളവരെ ഞാൻ വിലക്കി തിരുത്തിയിട്ടുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആർക്കും കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും സീറ്റും ഒന്നും ആർക്കും കൊടുക്കരുത്. ദൈവത്തിൻ്റെ സ്ഥാനം ശൂന്യമല്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ നിന്നെ ദൈവം നടത്താൻ തുടങ്ങും. ഇന്ന് മുതൽ നിന്നെ ദൈവം നടത്താൻ തുടങ്ങും. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യരെ പ്രതിഷ്ഠിക്കരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ പ്രതിഷ്ഠിക്കരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു പാസ്റ്ററെ പ്രതിഷ്ഠിക്കരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രാർത്ഥിക്കുന്നവരെ പ്രതിഷ്ഠിക്കരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇനി എത്ര അപ്പോസ്തോലിക കൃപയുള്ളവനെയും പ്രതിഷ്ഠിക്കരുത്. അപ്പോസ്തലന്മാർ ദൈവത്തെ കൊണ്ട് നടന്നില്ല, അപ്പോസ്തലന്മാരെ ആത്മാവ് കൊണ്ട് നടന്നു. ആമേൻ. അപ്പോ ദാവീദിന് അറിയാമായിരുന്നു, ഇടയസ്ഥാനത്ത് ആള് ശൂന്യമായാൽ ആ സെക്കൻഡ് മുതൽ ദുഷ്ടന്റെ കണ്ണുകൾ ആടുകളുടെ മേൽ വീഴും. ഇടയസ്ഥാനത്തെ ആള് ശൂന്യമായാൽ അതുവരെ പച്ചയായ പുൽപ്പുറത്ത് കിടന്ന അവസ്ഥയും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ തന്നെ ചേർത്ത് കൊണ്ടുപോയ അവസ്ഥയും തണലത്ത് നിർത്തിയ അവസ്ഥയും പ്രാണനെ തണുപ്പിച്ച അവസ്ഥയും ഒക്കെ ഭീഷണിക്കകത്താവും. നല്ല ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്ന സമയം ഇതൊക്കെ തന്നെയായിരുന്നു പലരുടെ അവസ്ഥ.
എത്ര പോരാട്ടം ഉണ്ടെങ്കിലും, എത്ര വരൾച്ചയുണ്ടെങ്കിലും ഇടയൻ കൊണ്ടുപോകും. വെള്ളം ഉള്ളിടത്തേക്ക് തെളിച്ചു കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി വയറ് നിറച്ച് നാവിന്റെ ദാഹം അകറ്റി വെള്ളം കുടിക്കുന്നത് വരെ ഇടയൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കിയതിനു ശേഷം പുൽപ്പുറത്തിൽ കിടത്തും. ദാവീദിനറിയാം, തന്റെ ഇടയന്റെ സ്ഥാനത്ത് ദൈവം ഇല്ലെങ്കിൽ തന്റെ നാവ് വരളും. എത്ര പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലും നാവ് വരളുന്ന സന്ദർഭം വരും. എത്ര കൃപയുള്ളവരുടെ ജീവിതത്തിലും സ്വസ്ഥത അറ്റുപോകുന്ന സന്ദർഭങ്ങൾ വരും. എത്ര വലിയ സംഭവം എന്ന് പറയുന്ന ജീവിതത്തിലും പ്രാണന് ഭീഷണി വരും, ചൂട് കയറും. ആ സമയം ദൈവത്തിന്റെ സ്ഥാനം ശൂന്യമല്ലെങ്കിൽ, ദൈവത്തിന്റെ സ്ഥാനത്ത് ദൈവമാണ് ഭരണം നടത്തുന്നതെങ്കിൽ, മക്കളെ, നിങ്ങളെ ദൈവം ആത്മാവ് വെള്ളത്തിനരികത്തേക്ക് കൊണ്ടുപോകും. നിങ്ങളെ കർത്താവ് തണുപ്പിക്കും, നിങ്ങളെ ദൈവം ഉടുപ്പിക്കും, നിങ്ങളെ ദൈവം കിടത്തും. സ്വസ്ഥതയുണ്ടെങ്കിലേ കിടന്ന ഉറക്കം വരത്തുള്ളൂ. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തി വെള്ളം കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാലേ സ്വസ്ഥമായിട്ട് പോയി കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നാവ് വരളും, ഉറക്കം പോലും നഷ്ടപ്പെടും. ഇത് ഉറക്കം നഷ്ടപ്പെടുന്ന, പല ചിന്തകളാൽ ഉറക്കം നഷ്ടപ്പെടുന്ന ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേലൊരു സ്വസ്ഥതയെ പകരുകയാണ്. ഇപ്പോൾ രാത്രി ചെന്ന് കിടക്കുമ്പോൾ ഒന്ന് കണ്ണു മയങ്ങി പിന്നെ ഞെട്ടി എഴുന്നേറ്റാൽ ഉറക്കമില്ല. പലതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനം ശൂന്യമല്ലെന്ന് ഉറപ്പ് വരുത്തുക. ദൈവത്തിന്റെ സ്ഥാനം ശൂന്യമല്ലെന്ന് ഉറപ്പ് വരുത്തുക. ദൈവം നിന്നെ നടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം നീതിപാതകളിൽ എന്നെ നടത്തുന്നു. ഞാൻ ആ ഒരു ഭാഗം ഞാൻ അങ്ങ് ചുരുക്കുകയാണ്. അടുത്തൊരു ദൂത് ഞാൻ പറയുക. ദൈവം ഉണ്ടെങ്കിൽ നീ ഒരിടത്ത് കെട്ടപ്പെട്ട് കിടക്കേണ്ടി വരത്തില്ല. നീ നടക്കും. നീ വെള്ളം ഉള്ളിടത്തേക്ക് നടക്കും, പുല്ലുള്ളിടത്തേക്ക് നടക്കും, നീ സ്വസ്ഥതയുള്ളിടത്തേക്ക് നടക്കും. ഇന്ന് ആത്മാവ് ആരുടെയൊക്കെയോ ജീവിതത്തെ ആ നിലകളിൽ തിരിക്കാൻ പോവാണ്. ഒരു തിരിവ് നിന്റെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദി സെക്കൻഡ് വൺ, കർത്താവ് നമ്മളെ നടത്തുന്നത് തൻ്റെ കരത്താൽ നടത്തുന്നു എന്ന് 78-ാമത്തെ സങ്കീർത്തനം 72-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 78-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 72-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. സ്തോത്രം ചെയ്തേ. പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു. ഈ ആത്മാർത്ഥത എവിടുന്നാണ് കണ്ടുപഠിച്ചതെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്നാണ് കണ്ടുപഠിച്ചത്. ദൈവത്തിന് ഭയങ്കര ആത്മാർത്ഥതയാണ്. എത്ര പേർക്ക് ആത്മാർത്ഥതയുണ്ട്? ആത്മാർത്ഥത വേണം. ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങളോടൊരു ആത്മാർത്ഥത വേണം. മറ്റൊരാളെ കാണുമ്പോൾ ഓടുന്നൊരു ശീലം പാടില്ല. ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങളോട് ആത്മാർത്ഥത വേണം. ദൈവം തന്നിരിക്കുന്ന സൗകര്യങ്ങളോടൊരു ആത്മാർത്ഥത വേണം. ദൈവം തന്നിരിക്കുന്ന എല്ലാ ഡിവൈസുകളോടൊരു ആത്മാർത്ഥത വേണം, സ്നേഹം വേണം. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ₹130 ഒരു പച്ച തുണി വലിച്ചു കെട്ടി തുടങ്ങിയ ഒരു മീറ്റിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ₹130 ഒരു പച്ച തുണി വലിച്ചു കെട്ടിയ ഒരു മീറ്റിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സാധനത്തെ ഞാൻ ഇന്നും പ്രണയിക്കുന്നു, സ്നേഹിക്കുന്നു. വൈ? എന്തുകൊണ്ടത്? ദൈവം എനിക്ക് തന്ന ഒത്തിരി അനുഗ്രഹങ്ങളിൽ ഒന്നാണത്. അതിനോടൊരു ആത്മാർത്ഥത. നമ്മൾ അല്പ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നാലേ അധിക കാര്യത്തിൽ ദൈവം നമ്മളെ കാര്യവിചാരകനാകും. ദൈവം എന്നെ നടത്തുന്നില്ല, ദൈവം എന്നെ ഉയർത്തുന്നില്ല, ദൈവം എന്നെ കാണിക്കുന്നില്ല, ദൈവം എന്നെ എടുത്തുകൊണ്ട് പോകുന്നില്ല, പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതലും ഇല്ല എന്ന് എത്ര പേരെന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ? പക്ഷെ അവരുടെ വോയിസ് കേൾക്കുമ്പോൾ എനിക്കറിയാം അവരൊരുപാട് മേഖലകളിൽ ഇനിയും മര്യാദ പഠിക്കാനുണ്ടെന്ന്. ക്ഷമ തോന്നരുത് കേട്ടോ, ഞാനല്ലാതെ ആരോ ഉള്ള പറഞ്ഞുതരാൻ. അവരുടെ വോയിസും ആ വോയിസ് ടോണും അവരുടെ സംസാര രീതിയും ഒക്കെ കേൾക്കുമ്പോൾ അറിയാം അവരിനിയും ഒരുപാട് കാര്യങ്ങളിൽ മര്യാദ പഠിക്കാനുണ്ടെന്ന്. നമ്മളെ നടത്തണമെങ്കിൽ നമ്മുടെ ഹുങ്കെടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മൾ വചനപ്രകാരം ക്രമീകരിക്കപ്പെടണം. ഹല്ലേലൂയ. നമ്മളെ ദൈവം കരുതണമെങ്കിൽ, നമ്മളോട് ദൈവത്തിനൊരു കരുണ തോന്നണമെങ്കിൽ
കരുണ തോന്നണമെങ്കിൽ നമുക്കൊരു മിനിമം ഇത് വേണ്ടേ? കണ്ടാ തോന്നണ്ടേ ഒരു കരുണ? അറ്റ്ലീസ്റ്റ് ആ ഫേസ് എക്സ്പ്രഷനെങ്കിലും ഒരു കരുണ വരുത്തി വെക്കണ്ടേ? ഇവിടെ അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവ് അവരെ മേയിക്കാൻ ചില്ലറ പാടൊന്നും അല്ല പെട്ടത്. പക്ഷെ കർത്താവിന്റെ എഫേർട്ട് അവരുടെ മേലിട്ടു. കാരണം അതിന്റെ മേളിലേക്ക് വായിക്കുമ്പോൾ ഒക്കെ അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും നമുക്കറിയാം. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അതിന്റെ 10 ഇരട്ടി ആത്മാർത്ഥത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബൈബിൾ തരുന്ന പ്രോമിസ് ആണത്. ഇതിൽ പ്രവാചകൻ പറയുന്ന പ്രോമിസ് ഒന്നുമല്ല, ഇത് ബൈബിൾ തരുന്ന പ്രോമിസ് ആണ്. മനുഷ്യൻ പറയുന്ന വാക്കിലും തീയതിയിലും ഒക്കെ വ്യത്യാസം വരാം, പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്ന വള്ളിക്കെങ്കിലും പുള്ളിക്കെങ്കിലും വ്യത്യാസം വരത്തില്ല. നമ്മുടെ ആത്മാർത്ഥത ദൈവത്തിൽ ഇട്ടാൽ അവിടുന്ന് 100 ഇരട്ടി റിട്ടേൺ ഇങ്ങോട്ട് വരും. അവിടുന്ന് 100 ഇരട്ടി റിട്ടേൺ ഇങ്ങോട്ട്. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു. അവൻ കൈമിടുക്കോടെ അവരെ നടത്തി. കൈമിടുക്കോടെ ദൈവത്തിന്റെ കരം നമ്മെ നടത്തും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ദൈവത്തിന്റെ ധാരാളം കൃപകളോടുകൂടെ നമ്മളെ നടത്തും. എന്തൊക്കെയാ ധാരാളം കൃപകൾ? സ്വസ്ഥതയുള്ള വെള്ളം, പച്ചയായ പുൽപ്പുറം, ഇങ്ങനെ ഒത്തിരി കൃപകളോടുകൂടെ ദൈവം നമ്മളെ നടത്തും. രണ്ടാമത് ദൈവത്തിന്റെ കരം നമ്മളെ നടത്തും, കൈമിടുക്കോടെ നടത്തും. നിനക്ക് കൈമിടുക്ക് കാണത്തില്ല, വാക്ചാതുര്യം കാണത്തില്ല. ഒരു ചോദ്യം നിങ്ങളുടെ നേരെ വന്നാൽ എങ്ങനെ നിങ്ങളുടെ നീതിയെക്കുറിച്ച് ഒരു വ്യക്തിയെ പ്രകോപിപ്പിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നിനക്കറിയത്തില്ലായിരിക്കും. ആരെങ്കിലും ശബ്ദമുയർത്തി സംസാരിച്ചാൽ ചുണ്ടുവിറയ്ക്കുന്ന വ്യക്തിയായിരിക്കാം. ആരെങ്കിലും ഒന്ന് മുഴപ്പിച്ച് സംസാരിച്ചാൽ അന്നേരം കണ്ണു നിറയുന്ന വ്യക്തിയായിരിക്കാം. ശരീരം മുഴുവൻ വിറയ്ക്കുന്ന വ്യക്തിയായിരിക്കാം. പല കാര്യങ്ങളിലും മിടുക്ക് കുറവായതാണ് എൻ്റെ ജീവിതത്തിന്റെ തകർച്ചയെന്നും താഴ്ചയെന്നും ഒരുപക്ഷെ നിങ്ങൾ വിധി എഴുതിയ ഒരു വ്യക്തിയായിരിക്കാം. ഞാൻ ആത്മാവിൽ ഈ ദൂതിനെ താങ്കളിലേക്ക് തന്നെയാണ് പകർന്ന് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇടയന്റെ സ്ഥാനത്ത് ദൈവത്തെ നീ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തിയാണോ? കൈമിടുക്കും കാര്യക്കാരനും അവനാ. അവന്റെ കൈമിടുക്ക് നിന്നെ നടത്തും. ആമേൻ. പല ഡീലും ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവ് കാണത്തില്ലായിരിക്കും. പല ബിസിനസ്സും ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും വീക്കായിരിക്കും. ഇന്ന് നിങ്ങൾ ആത്മാവിൽ ഈ ദൂത് ചാടിപ്പിടിച്ചോ. കൈമിടുക്കുള്ളവൻ, കാര്യക്കാരനായവൻ നിന്നെ ആ സ്ഥാനത്ത് ഉയർത്തിയിരിക്കും. ഞാൻ മോശയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. കർത്താവിന്റെ കൈമിടുക്ക മനുഷ്യനെ നടത്തിയത്. കർത്താവിന്റെ കൈമിടുക്ക മനുഷ്യനെ നടത്തിയത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പല ഇന്റർവ്യൂവും പല ടെസ്റ്റുകളും നിങ്ങൾക്ക് വേണ്ടത്ര കാര്യപ്രാപ്തി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഫെയിൽ ആയിപ്പോയത്. ഈ ദൂത് ചാടിപ്പിടിച്ചോ. ഈ സന്ദേശം നിങ്ങൾക്ക് കൈമിടുക്കുള്ളവൻ നിന്നെ കാര്യക്കാരനാക്കും. കൈമിടുക്കുള്ളവൻ കാര്യക്കാരനാക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എടോ, കരയുന്ന ദൈവമക്കൾക്കാടോ കർത്താവ് ആഹാരം എത്തിച്ചു കൊടുക്കുന്നേ. കരയുന്ന ദൈവമക്കളെയാ കർത്താവ് കരുതുന്നേ. ഞാൻ തോറ്റുപോയല്ലോ, പരാജയപ്പെട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നവർക്ക് തന്നെ ദൈവം കൃപ വർദ്ധിപ്പിക്കുന്നേ. കരഞ്ഞവർക്ക് കൊടുത്തിട്ടുള്ളൂ. ഒരമ്പിൻപാടെ ദൂരത്തിരുന്ന് കരഞ്ഞ ഒരു മാതാവ്, കരയുന്ന ഒരു കുഞ്ഞ്, ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. കരയുന്നവർക്ക് ദൈവം കൃപകൾ കൊടുക്കുന്നത്. ആമേൻ. ഈ നാളുകളിൽ ഏറിയ സങ്കടവും കണ്ണുനീരും ഒക്കെ നിങ്ങളെ തളർത്തുന്നു എന്ന് തോന്നരുത്. എന്തോ ഒന്ന് നിന്റെ മേൽ നിറയാൻ സമയമായി. അങ്ങനെ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. അങ്ങനെ കർത്താവിന്റെ കരം നമ്മളെ നടത്തുന്നു. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 5:5 ഒന്ന് നോക്കിയേ. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 5:5. ഓ ജീസസ് നെയ്മ് റാൽബ്രാഖാസിയ. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 5:5 ഒന്ന് നോക്കിയേ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. കണ്ടോ, താഴ്മയുടെ പ്രതീകം. ദൈവം നമ്മളെ നടത്തണമെങ്കിൽ താഴ്മ വേണം. ദൈവം എന്തെങ്കിലും ഇച്ചിരിയൊക്കെ ആക്കി എന്ന് പറഞ്ഞ് ഹുങ്ക് കയറരുത്. എന്തെങ്കിലുമൊക്കെ കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞ് ഹുങ്ക് കയറരുത്. താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ഞാൻ അതിനകത്ത് കൂടുതൽ അവിടെ കയറുന്നില്ല. ഞാൻ എല്ലാ ദിവസവും താഴ്മയെക്കുറിച്ചും എളിമയെക്കുറിച്ചും
വിനയത്തെക്കുറിച്ചൊക്കെ എൻ്റെ ഓരോ മെസ്സേജുകൾക്കകത്ത് ഞാൻ കയറ്റി സംസാരിക്കുന്നതിൻ്റെ കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിഗളം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിൽ നിഗളം ഉണ്ടെന്നല്ല, ഞാൻ പലരുടെയും നിഗളം കാണുന്നു. അതുകൊണ്ട് ഞാനതിങ്ങനെ പറയുന്നതാണ്. സോ താഴ്മയുള്ളവർക്കോ ദൈവം കൃപ വർദ്ധിപ്പിക്കുന്നു എന്ന് വചനം പറയുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യം നോക്കിയേ. 32-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യം. 32-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന്റെ മക്കളെ ദൈവം നടത്തുന്നത്, ഒന്ന്, ദൈവം ഇടയസ്ഥാനത്ത് നിന്ന് നടത്തുന്നു. 2, ദൈവത്തിന്റെ കരം നമ്മെ നടത്തുന്നു. 3, ദൈവം ദൃഷ്ടി വെച്ച് ഒരുവനെ നടത്തുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞാൽ മനുഷ്യന്റെ വിടക്ക് ദൃഷ്ടി നമ്മുടെ മേൽ പതിയുകയില്ല. സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞാൽ മനുഷ്യന്റെ ദുഷ്ടദൃഷ്ടി നമ്മുടെ മേൽ പതിയുകയില്ല. ദൈവത്തിന്റെ ദൃഷ്ടി എന്റെ ഭവനത്തിന്മേൽ പതിഞ്ഞാൽ മനുഷ്യന്റെ ദുഷ്ടദൃഷ്ടി എന്റെ ഭവനത്തിന്റെ മേൽ പതിയുകയില്ല. ദൈവത്തിന്റെ ദൃഷ്ടി തലമുറകളുടെ മേൽ പതിഞ്ഞാൽ മനുഷ്യന്റെ ദുഷ്ടദൃഷ്ടി എന്റെ തലമുറകളെ വഴിതെറ്റിക്കുകയില്ല. ദൈവത്തിന്റെ ദൃഷ്ടി ഒരു വ്യക്തിയുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അടുത്ത അഡ്വാൻറ്റേജ് എന്ന് വചനം പറയുന്നു? ഉപദേശം നിനക്ക് ദൈവം തരും. സ്തോത്രം. എന്നെ ഏറ്റവും കൂടുതൽ ഉപദേശിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഗുരുവാണ് എൻ്റെ കർത്താവ്. എൻ്റെ തെറ്റുകളെക്കുറിച്ച് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് എൻ്റെ ദൈവമാണ്. എൻ്റെ കുറവുകളെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവമാണ്. ഞാൻ എങ്ങനെ നടക്കണമെന്ന് എന്നോട് സംസാരിക്കുന്നത് ദൈവമാണ്. ഞാൻ എങ്ങനെ ആയിക്കൂടാ എന്ന് എന്നോട് സംസാരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടി ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ ആരും നമ്മളെ ഉപദേശിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളോട് സംസാരിക്കും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ജീവിതത്തിൽ പല വഴികളും അടഞ്ഞവർ എന്നെ കാണുന്നുണ്ട്. പല വഴികളും നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി വെച്ച് അന്വേഷിച്ച വഴിയാകട്ടെ, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കൊടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കാവോ, ഒന്ന് ട്രൈ ചെയ്യാവോ എന്ന് പറഞ്ഞ വഴികളാകട്ടെ, അതെല്ലാം അടഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമുഖത്ത് നിന്നാണ് എൻ്റെ മാന്യ സുഹൃത്ത് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഒരു വാക്ക്, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ യാത്രയിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, കിച്ചണിലായിരിക്കാം, പ്രെയർ റൂമിലായിരിക്കാം, ലിവിംഗ് റൂമിലായിരിക്കാം, wherever you are, ഈ സെക്കൻഡിൽ ഈ വേർഡിന്റെ മുമ്പിൽ ഒന്ന് ഹൃദയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? പിതാവേ, അങ്ങയുടെ ദൃഷ്ടി ഇന്ന് ഈ ശുശ്രൂഷയിൽ എൻ്റെ മേൽ പതിയണമേ. എന്തുകൊണ്ടാണ്? ഒന്ന്, നിനക്കിനി ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ ആ വിഷയത്തിൻ്റെ അകത്ത് ഒരു ഉപദേശം കിട്ടും. ഇന്ന് രാത്രി തന്നെ കിട്ടും, ഇന്നത്തെ ദിവസം തന്നെ കിട്ടും. ഇത് പകലാണോ രാത്രിയാണോ എപ്പോഴാണ് ഈ സന്ദേശം കേൾക്കുന്നത്? ഈ സെക്കൻഡിൽ നിങ്ങൾക്ക് കിട്ടും ആ ഉപദേശം. 2, ഇനി ഒരു വഴിയുമില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്കൊരു വഴി നടക്കാൻ തുറക്കും. ഹല്ലേലൂയ. 2 കാര്യമുണ്ട്. ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞാൽ, ഒന്ന്, ദൈവത്തിൽ നിന്ന് ഇനി എനിക്ക് ഒരു ഓപ്ഷനും ഇല്ല എന്ന് പറയുന്നിടത്ത് ഉപദേശം ലഭിക്കും. 2, ദൈവം നമുക്ക് വഴി തുറന്നു തരും. 3, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്ന ദൈവമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആലോചനയും കൂടെ പറഞ്ഞു തരും. എങ്ങനെ ചെയ്യണം, എങ്ങനെ നടക്കണം, എങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേട്ടാണ് താങ്കൾ ചിലതിന് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അവിടെ പരാജയം നിന്നെ തൊടത്തില്ല. ഒരാമേൻ പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ മനുഷ്യന്റെ വാക്ക് ദൈവത്തിന്റെ വാക്കായിട്ടെടുത്ത് പലതും ചെയ്തിട്ട് അമളിക്കകത്ത് പെട്ട് ദുരിതക്കയത്തിനകത്ത് കിടക്കുന്ന ഒത്തിരി പേരെ ഞാൻ കാണുന്നതാണ്. പക്ഷേ ദൈവത്തിൽ നിന്നൊരു ഉപദേശം ലഭിച്ച് ദൈവം കാണിച്ചു തന്ന വഴിയിൽ ചുവട് വെക്കുന്ന മനുഷ്യന്റെ വഴിയിൽ കെണി വെച്ചാലും അവൻ അതിനെ പാസ് ചെയ്തു പോയാൽ പോലും അത് അവനെ തൊടത്തില്ല, അവന്റെ കാലുമേ പിടിക്കാൻ പറ്റത്തില്ല. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്നൊരു ദൈവം. അപ്പൊ ദൈവത്തിന്റെ കണ്ണ് നമ്മെ നടത്തുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം, യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 36-27 എടുത്തേ നിങ്ങൾ. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 36-27.
27. എസ്കേലിന്റെ പ്രവചന പുസ്തകം 36:27 പഠിക്കുമ്പോൾ ഇങ്ങനെ കാണാം: ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ആത്മാവിൽ നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അഞ്ചാമത്, കർത്താവ് നമ്മളെ നടത്തുന്നത് തൻ്റെ ആത്മാവിലാണ്. ദൈവം നമ്മളെ നടത്തേണ്ടത് തൻ്റെ ആത്മാവിലാണ്. നാം നടക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് തൊട്ടു മുന്നേ പറഞ്ഞ ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ടെന്ന് എനിക്ക് ബോധ്യം വരത്തുള്ളൂ. അതിന് തൊട്ടു മുന്നേ പറഞ്ഞ ദൈവത്തിൻ്റെ കരം എൻ്റെ മേലുണ്ടെന്ന് എനിക്ക് ബോധ്യം വരത്തുള്ളൂ. അതിന് തൊട്ടു മുന്നേ പറഞ്ഞ ദൈവം എൻ്റെ ഇടയനാണ് എന്നൊരു ബോധ്യം എനിക്ക് വരത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മെ നടത്തുന്നു. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് വരുന്ന സമയം പലർക്കും മരുഭൂമിയുടെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊരു പരീക്ഷണ കാലഘട്ടമാണ്. അതൊരു പരീക്ഷ കാലഘട്ടമാണ്. യേശു സ്നാനം യോഹന്നാന്റെ കൈക്കീഴിൽ ഏറ്റ ഉടനെ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ പ്രാവെന്ന രൂപേണ വന്നു. ശേഷം വചനം പറയുന്നത് ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നടത്തി. ഇന്ന് പ്രാർത്ഥന അല്പം വർദ്ധിച്ചപ്പോൾ ഒരു മരുഭൂമിയുടെ അനുഭവം നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യുന്നുണ്ടോ? ഉപവാസം ഒന്നെടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മരുഭൂമിയുടെ അനുഭവം എന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചർച്ചിൽ മുടക്കമില്ലാതെ പോയി തുടങ്ങിയപ്പോൾ, കുറച്ച് കൂടുതലൊന്ന് വേർഡ് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, വചനമൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് ജീവിതത്തിൽ ഒന്നൊരു ഉണർവ് പ്രാപിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു മരുഭൂമിയുടെ അനുഭവം നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നുണ്ടോ? 2 ദിവസം ഒന്ന് ആത്മീയ സന്തോഷം അനുഭവിച്ചാൽ 20 ദിവസം മരുഭൂമിയുടെ അനുഭവമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു സന്തോഷത്തിന്റെ അനുഭവം ജീവിതത്തിൽ വന്നാൽ ഉടനെ ഒരു ദുഃഖത്തിന്റെ തിരിച്ചടി എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ? ഇന്ന് കർത്താവിന്റെ ആത്മാവ് ആ മേഖലയ്ക്ക് ഒരു വിടുതൽ തരാൻ പോവുക. അത് ദൈവത്തിന് ചില കാര്യങ്ങൾ നിങ്ങളോട് ആശയവിനിമയം നടത്താനുള്ളത് കൊണ്ടാണ്. കാരണം യേശുവിനെ ആത്മാവ് നടത്തിയത് മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്തേക്ക്, ആ വരൾച്ചയുടെ സ്ഥലത്തേക്ക് ആരും എത്തിയില്ലെങ്കിലും സാത്താൻ എത്തി. ആരും എത്തിയില്ലെങ്കിലും സാത്താൻ എത്തി. ഈ ഒറ്റപ്പെടുന്ന സമയത്ത് ആരും വന്നില്ലെങ്കിലും അവിടെ ദൈവം വരുന്നത് പോലെ തന്നെ സാത്താൻ വരാറുണ്ട്. മരുഭൂമിയിൽ കർത്താവ് ഏകനായി ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു, 40 days. ആ സന്ദർഭത്തിൽ ഒരു ദൂതനല്ല അവിടെ വന്നതും, പ്രവാചകനും അല്ല അവിടെ വന്നത്. അവിടെ ആരും വന്നില്ലെങ്കിലും വചനം പറയുന്നു സാത്താൻ അവിടെ വന്നു. ദൈവമക്കളെ ശ്രദ്ധിക്കണം, ഒറ്റപ്പെടലിന്റെ നടുവിൽ 2 പേർ നിങ്ങളുടെ ജീവിതത്തിൽ വരും. സ്തോത്രം. ഇതാർക്കോ ഉള്ള ഒരു ദൈവശബ്ദമാണ്. ഒറ്റപ്പെടലിന്റെ നടുവിൽ 2 പേർ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ആദ്യം നിന്റെ അടുത്ത് വരുന്നത് സാത്താനായിരിക്കും. അന്നേരം നമ്മൾ ചിന്തിക്കും, കർത്താവേ നിനക്ക് സ്തോത്രം, എൻ്റെ ഏകാന്തതയിൽ, എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എനിക്കൊരാശയവിനിമയത്തിനായി, എൻ്റെ വേദനകൾ ഷെയർ ചെയ്യാനായി, എൻ്റെ ദുഃഖം പങ്കിടാനായി, എനിക്കൊരു സപ്പോർട്ടിനായി, ഒന്നുമില്ലെങ്കിലും സുഖമാണോ കഴിച്ചോ കുടിച്ചോ ചോദിക്കാനെങ്കിലും എനിക്കൊരു ബന്ധത്തെ ദൈവം തന്നല്ലോ. സ്തോത്രം. അവൻ നിന്നെ കൊണ്ടുപോകും, ഉന്നതമാകുന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നിന്നെ അവിടുന്ന് ഒരു പൂച്ചക്കുട്ടിയെ എടുത്ത് താഴേക്കിടുന്നത് പോലെ പൊത്തോന്ന് താഴെയിടും. അന്നേരം നാം അവന്റെ പേര് തിരിച്ചറിയും, സാത്താൻ. കാരണം ഉയർച്ചയിൽ കൊണ്ടുപോകുന്നു, ഉയരത്തിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വേർഡ് ഉള്ളവനെന്ന് പറയുന്നു, ദൂതനുള്ളവനെന്ന് പറയുന്നു, ഭയങ്കര സംഭവമാണെന്ന് പറയുന്നു. നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് തടവി 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 നമ്മുടെ ഉള്ളതെല്ലാം തുടച്ചങ്ങെടുക്കുക. തടവുമ്പോൾ തുടയ്ക്കാനാണോ പകരാനാണോ എന്ന് ചിന്തിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് അങ്ങനെയുള്ള ഏതൊക്കെയോ ട്രാപ്പിൽപ്പെട്ട ചില വ്യക്തികൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതൊരു ഓർമ്മയായിട്ട് കിടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അറ്റ് പ്രസന്റിൽ നിങ്ങൾ അങ്ങനെ ഒരു അനുഭവത്തിൽ നിൽക്കുകയായിരിക്കാം. പെട്ടെന്ന് വന്ന ചില ബന്ധങ്ങൾ, പെട്ടെന്ന് വന്ന കൂട്ട്, പെട്ടെന്ന് വന്ന അവസരം. ശ്രദ്ധിക്കണം, സാത്താനാണോ ദൈവമാണോ തന്നെ? യേശു പക്ഷെ അതിനെ സെൻസ് ചെയ്തു. യേശുവിൻ്റെ ആ നീഡി ടൈമിൽ, യേശുവിൻ്റെ നീഡി പോയിന്റിലാണ് പിശാച് തൊട്ടത്. പറഞ്ഞു, കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞാൽ പോരെ, ഇനി എന്തിനാ ഇവിടുന്ന് ദീർഘദൂരം വിശന്ന് നടക്കുന്നേ?
അഭിഷേകം ഉണ്ടല്ലോ, പോരേക്ക് ഫാസ്റ്റിങ്ങിലും കൂടെ നിൽക്കുകയല്ലേ, കൽപ്പിച്ചാൽ മതിയല്ലോ, നടക്കുമല്ലോ. ഒരു ഉപദേശം, അഡ്വൈസ് തരുന്ന എല്ലാവരും നല്ലതൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അഡ്വൈസ് കേട്ടതാ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നിന്ന് വരുന്ന അഡ്വൈസ് ഉണ്ട്, ജഡത്തിൽ നിന്ന് വരുന്ന അഡ്വൈസ് ഉണ്ട്. പക്ഷെ യേശു അഡ്വൈസിന്റെ ആ ഒരു ടെക്സ്ചർ തിരിച്ചറിഞ്ഞു. യേശു അഡ്വൈസിന്റെ ഒരു ടെക്സ്ചർ തിരിച്ചറിഞ്ഞു. ദൈവം ഒരു ശബ്ദം നിങ്ങളിലേക്ക് ഇട്ടാൽ അതിനകത്ത് എവിടെയും കറുപ്പും മറയും കാണത്തില്ല. പക്ഷെ സാത്താൻ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിലിട്ട് എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായിരിക്കും. വേണോ വേണ്ടേ, വേണോ വേണ്ടേ. പക്ഷെ വേർഡ് പറയുക, യേശു അതിനെ ഫേസ് ചെയ്തു. മരുഭൂമിയുടെ അനുഭവം കർത്താവ് ജീവിതത്തിൽ തരുന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്യാനാ. ആ മരുഭൂമി എടുത്ത് ആരുടെയെങ്കിലും തലയിൽ ഇട്ടിട്ട് പോകാനല്ല. അത് ഫേസ് ചെയ്ത് സാത്താനെ തോൽപ്പിക്കുമ്പോഴാണ് അടുത്തൊരു ഘട്ടം. മരുഭൂമിയുടെ അവസ്ഥ വെച്ച് പലരും വിഡ്രോ ചെയ്യുന്നതാണ് പതിവ്, സാധാരണ നടപ്പ്. എന്നാൽ യേശു മരുഭൂമിയെ താണ്ടി. നമ്മുടെ ലൈഫിൽ മരുഭൂമികളെ താണ്ടാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആരോ ആകട്ടെ, അത് പാസ്റ്റർ ആകട്ടെ, അത് മറ്റ് ശുശ്രൂഷകർ ചെയ്യുന്നവരാകട്ടെ, അതൊരു ദൈവ പൈതലാകട്ടെ, ആർക്കാണ് ഈ മരുഭൂമിയുടെ അനുഭവങ്ങൾ താണ്ടാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കോളേജിൽ പഠിക്കുക, സെമസ്റ്റർ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആണ്ട് പരീക്ഷ മാത്രം മതി എന്ന് പറയാൻ പറ്റൂ? സെമസ്റ്റർ സിസ്റ്റം ആണെങ്കിൽ അത് അങ്ങനെ പോയേ പറ്റൂ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ വചനം പറയാണ്, അതിനെ താണ്ടിയ ഒരു യേശു. കാര്യം എന്താ? ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു, ഇടയനായി ദൈവം ഉണ്ടായിരുന്നു, കർത്താവിന്റെ കണ്ണുണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു. ദൈവം നടത്തുന്നൊരു മനുഷ്യനെ സാത്താന്റെ മുമ്പിൽ നിന്ന് ഭയന്ന് പിന്നിലോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ആലോചന പറയും, ദൈവം വഴി കൊടുക്കും, ദൈവം വചനം കൊടുക്കും, ദൈവം നടത്തും, ദൈവം ആശ്വസിപ്പിക്കും, ദൈവം തണുപ്പിക്കും. അത് ദൈവത്തിന്റെ നേച്ചറാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ആത്മാവിനാൽ നമ്മെ നടത്തുന്നു. ദി ലാസ്റ്റ് വൺ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിന്റെ വചനത്താൽ അവിടുന്ന് നമ്മെ നടത്തുന്നു. ഞാനത് ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞായിരുന്നു. തിമോത്തിയോസിന്റെ 119 സങ്കീർത്തനം 105 വാക്യം ഒന്ന് നോക്കിക്കേ. 119 സങ്കീർത്തനം 105 വാക്യം. 119 സങ്കീർത്തനം 105 വാക്യം. 119 സങ്കീർത്തനം 105. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവത്തിലെ ഇന്ന് നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ ആ ഒരു ഹോൾ സിസ്റ്റം എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. നമ്മളെ നടത്തേണ്ടത് ദൈവമാണ്, നാം നടക്കേണ്ടത് ദൈവത്താലാണ്. ഇതുവരെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ നടപ്പിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് അതിപ്പോൾ ഏറ്റുപറയുക. ആ ദൈവിക സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ യേശു നിന്നെ വിളിക്കുന്നു. ഇന്ന് ചിലരുടെ അരികിലേക്ക് ബലപ്പെടുത്തുന്ന ഈ കരം വരും, ചിലരുടെ അരികിലേക്ക് ഇടയസ്ഥാനത്ത് ദൈവം വരും, മറ്റ് ചിലരുടെ അരികിലേക്ക് വചനത്തിൻ്റെ ശക്തിയായി ദൈവം വരും, മറ്റ് ചിലരുടെ ജീവിതത്തിൽ കരമായി ദൈവം വരും, മറ്റ് ചിലരുടെ അരികിലേക്ക് തീയായി ദൈവത്തിൻ്റെ ആത്മാവ് വരും. ഇന്ന് നമ്മൾ കേട്ടതുപോലെയൊക്കെ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ കൊടുത്തേ, പ്രാർത്ഥിച്ചു തുടങ്ങി. ഹൃദയത്തെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. ഹൃദയത്തെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇന്ന് വഴി തുറക്കണം, ഇന്ന് ദൈവശബ്ദം കേൾക്കണം, ദൈവത്തിന്റെ സ്ഥാനം ശൂന്യമല്ലെന്ന് ഉറപ്പുവരുത്തിയേ. ദൈവത്തിന്റെ സ്ഥാനം ശൂന്യമല്ല. എനിക്ക് എത്ര ബന്ധങ്ങളുണ്ടെങ്കിലും, എനിക്ക് എത്ര ഉന്നതന്മാരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്ഥാനം ശൂന്യമല്ല എന്ന് ഉറപ്പുവരുത്തുക.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ ബന്ധങ്ങളെ വെച്ച് വെല്ലുവിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബന്ധങ്ങളെ വെച്ച് വെല്ലുവിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെക്കാൾ വലിയ പാസ്റ്റർമാരെ എനിക്ക് ഭയങ്കര പരിചയമാണ്, ഞങ്ങളുടെ വീട്ടിൽ അവരൊക്കെ വന്നു പോകുന്നതാണ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ചെവി കൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദര, പാസ്റ്റർമാരെ പാസ്റ്റർമാരാക്കിയതും ഒരു സാധാ മനുഷ്യനെ പാസ്റ്ററാക്കിയതും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ചിലര് ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ നിഗളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ ജനിച്ചു വളർന്ന വ്യക്തികളാണെന്ന് ഓർത്തോണം എന്ന് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതാത്മാവിനധീനർ. ദൈവത്തിന്റെ സ്ഥാനം ശൂന്യമല്ലേ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ സ്ഥാനം ശൂന്യമല്ലേ അങ്ങനെയൊക്കെ സംസാരിച്ചാൽ? ഹല്ലേലൂയ. ഉറപ്പുവരുത്ത്, ഞാൻ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം ഈ ചിന്തകളും ഈ സംസാരവും ഈ ധാർഷ്ട്യമൊക്കെ ആണെങ്കിൽ അത് ഇന്നെങ്കിലും പുറത്തു പോകണ്ടേ? ഈ സെക്കൻഡിലെങ്കിലും പുറത്തു പോകണ്ടേ? ദൈവത്തിന്റെ വചനത്തിൽ മായമില്ലല്ലോ. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതിയും ന്യായവുമായി പോയല്ലോ. അപ്പോൾ എന്റെ അനീതിയിൽ പ്രസാദിക്കുന്നവനല്ലല്ലോ ദൈവം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സ്വാഭാവികതയിൽ നിന്ന് മാറാൻ കഴിയുകയില്ലല്ലോ. അവനിൽ മാറ്റം വരുത്താനും ഒന്നുമില്ലല്ലോ. മാറേണ്ടത് ഞാനല്ലേ? എന്റെ അഹങ്കാരമല്ലേ? നിഗളമല്ലേ? ബന്ധങ്ങളുടെ ഹുങ്കല്ലേ? പണത്തിന്റെ കൊഴുപ്പല്ലേ? മാറിയേ പറ്റൂ. പണത്തിന്റെ കൊഴുപ്പും ബന്ധത്തിന്റെ ഹുങ്കും മാറുമ്പോഴേ ആത്മാവിന്റെ പ്രസരിപ്പും ആത്മാവിന്റെ കൊഴുപ്പും എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരത്തുള്ളൂ. ചിലർക്ക് കഴിവുകളിൽ ഹുങ്ക്, ചിലർക്ക് കൃപകളിൽ ഹുങ്ക്, ചിലർക്ക് വിദ്യാഭ്യാസത്തിൽ ഹുങ്ക്, പ്രൊഫഷനിൽ ഹുങ്ക്. എന്നാൽ എനിക്കെന്റെ ആത്മാവിൽ ബലം. എനിക്കെന്റെ ആത്മാവിൽ ബലം. യഹോവ എന്റെ വായ്ക്ക് ബലം, എന്റെ പ്രാണന് ബലം. വചനം പറയുന്നത് ഇതൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനുഗ്രഹിക്കപ്പെടാത്തതിന് ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല എന്ന് പറയുന്നവരുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തീപ്പൊരി പോലെ ഈ വാക്കുകൾ പതിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. പരിശുദ്ധാത്മാവ് നിൽക്കുന്നു നിന്റെ അരികിൽ. പരിശുദ്ധാത്മാവ് നിൽക്കുന്നു നിന്റെ അരികിൽ. പരിശുദ്ധാത്മാവ് നിൽക്കുന്നു നിന്റെ അരികിൽ. പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നു എന്ന് പറയുന്നത് കൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ എനിക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കത്തില്ല. എന്റെ അപ്പൻ പാസ്റ്റർ ആണെന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജീവിക്കാൻ ദൈവം ഒരു മാതൃക നൽകിയിട്ടുണ്ട്. എനിക്ക് ജീവിക്കാൻ ദൈവം ഒരു കൽപ്പന നൽകിയിട്ടുണ്ട്. എനിക്ക് മുമ്പേ ഒരുവൻ മാതൃക വെച്ചേച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ, ഞാൻ അങ്ങനെ നടന്നാൽ മാത്രമേ ഇനി ഞാൻ നടക്കാനുള്ളിടത്ത് എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഭൂമി കൊണ്ട് ഞാൻ ശൂന്യമാ. സ്വർഗം എനിക്കില്ല, നിത്യത എനിക്കില്ല, സന്തോഷം എനിക്കില്ല, ദൂതന്മാരെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ല, അബ്ബായെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ല, സിംഹാസനത്തിന് ചുറ്റുമിരിക്കുന്ന 24 മൂപ്പന്മാരെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ല, സ്വർഗീയ വർഷിപ്പ് ടീമിനോടുകൂടെ ആരാധിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. അയ്യോ, അങ്ങനത്തെ ഒരു നിർഭാഗ്യം എന്നെ വിട്ടു മാറിപ്പോകട്ടെ. In the name of Jesus. സുഹൃത്തേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവനവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം? ബൈബിൾ ചോദിക്കുന്നു, പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നടക്കേണ്ട വഴികളെ ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നടക്കേണ്ട വഴികളെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇന്നു മുതൽ അതിൽ നടക്കും. ഞാൻ ഇന്നു മുതൽ ആ വാക്കിൽ വിശ്വസിക്കും, ബഹുമാനിക്കും. ഹല്ലേലൂയ. ബന്ധങ്ങളിൽ പ്രശംസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ബന്ധങ്ങളിൽ പ്രശംസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നോ 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 നോ. ഞാൻ പ്രശംസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനാൽ. പൗലോസ് അതാ പറയുന്നു, ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ യേശുവിനാൽ.
ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ യേശുവിനാൽ. കർത്താവെ, എന്നെ കാണുന്ന ഓരോ ജനത്തിനായി ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വചനം ദൈവമേ, ഇവരെ ശുശ്രൂഷിച്ച എനിക്കും കേട്ട പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി മാറ്റണം. ഈ വചനം ഞങ്ങളെ നയിക്കണം. ഭയങ്കരമാകുന്നൊരു ദൈവ സാന്നിധ്യം തുറന്നു നിൽക്കുകയാണിപ്പോ. പരിശുദ്ധാത്മാവ് ഇപ്പോഴും ആരുടേക്കോ അരികു വിട്ട് മാറുന്നില്ല. അസാധാരണമായ പ്രസൻസിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഒത്തിരി ആത്മീയ ജീവിതത്തിൽ താഴോട്ട് പോയ ചിലരുടെ അരികിൽ പരിശുദ്ധാത്മാവ് നിൽക്കുകയാണിപ്പോ. ഒത്തിരി ആത്മീയ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ താഴെ പോയി, ജീവിതത്തിന്റെ നിരാശകൾ കൊണ്ടും കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ ആത്മീയ ജീവിതം ഡൗൺ ആയി പോയവരുടെ അരികിൽ പരിശുദ്ധാത്മാവ് നിൽക്കുക. ഇപ്പോ നീ കൈ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു സ്പർശനം നിന്റെ മേൽ വരും. നീ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ഒരു സ്പർശനം നിന്റെ മേൽ വരും. ഒത്തിരി പേരോട് പറഞ്ഞു നോക്കി, പ്രാർത്ഥിച്ചും പ്രാർത്ഥിപ്പിച്ചും നോക്കി, എന്നിട്ടൊന്നും ഒരു ഡെലിവറൻസ് വരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ ഒരു ടൈമാണ്. നീ പറയേണ്ടവനോട് നിന്റെ അവസ്ഥ പറയാ. നീ കൈ കൊടുക്കേണ്ടവന് നിന്റെ കൈ കൊടുക്ക. നീ പ്രാപിക്കേണ്ടവനെ ഇന്ന് പ്രാപിക്ക. Jesus name Yoravashiantarekene Yehovah Waramasihi Mashiach Yehovah. The Holy Spirit is moving. Holy Spirit is moving. Holy Spirit is moving. The Holy Spirit is moving, 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 moving upon you, moving upon you. Rabba Hatasiya, Lebra Sata, Ratalaba. Touch, 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 touch in Jesus' name. എനിക്കറിയാം ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് തൊടുന്നു. അനേകരിലേക്ക് ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഇപ്പോൾ തളർന്നിരിക്കുന്ന അസ്ഥികൾ ഇപ്പോൾ തന്നെ ബലപ്പെടട്ടെ. എല്ലാ രോഗബാധിത അവയവങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ ഇരുട്ടിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. എല്ലാ അശുദ്ധാത്മ ബന്ധനങ്ങൾ അഴിയട്ടെ. എല്ലാ ദുഷ്ടന്റെ ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. എല്ലാ ദുഷ്ടാഗ്നികൾ വിട്ടുപോ. ജനം സ്വതന്ത്രമാകുന്നു. ഞാനിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഡാഡി. അവിടുന്ന് ഞങ്ങളെ ഇന്ന് തൊട്ടതിനായി, കൃപ നൽകിയതിനായി, ശക്തീകരിച്ചതിനായി സ്തോത്രം. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നടക്കുന്ന ഈ മീറ്റിംഗിൽ നിങ്ങൾ മുടക്കം കൂടാതെ പങ്കെടുക്കുന്നത് നിങ്ങളുടെ അനുഗ്രഹത്തിന് സ്ഥിരത വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ദൈവസാന്നിധ്യത്തിൽ കുറവ് വരാതെ വചനത്തിൽ നമ്മളെ കർത്താവ് പണിതെടുക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഒപ്പം ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങളും നിങ്ങളാൽ കഴിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ദയവായി നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെയും നിങ്ങളെ ശുശ്രൂഷിക്കുന്ന എന്നെയും കൂടെ നിങ്ങൾ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ദൈവം അതിനാൽ തന്നെ ഒരു അഭിഷിക്തന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ റിവാർഡ് വലുതാണ്. അതിൻ്റെ റിവാർഡ് വലുതാണ്. ഒരിക്കൽ പി ജി വർഗീസ് അങ്കിൾ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനൊരു വാക്ക് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മേലും അനുഗ്രഹങ്ങൾ പകരും.
നിങ്ങളൊരു അഭിഷിക്തന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, അയാളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആ അഭിഷിക്തന്റെ മേലുള്ളതിൻ്റെ കൃപയും കൂടെ, അഭിഷിക്തനെ ദൈവം നടത്തുന്നത് പോലെയും അഭിഷിക്തന്റെ മേലുള്ള അഭിഷേകം പോലെയും നിങ്ങളെയും ദൈവം നിറയ്ക്കും. അബ്രഹാമിനെ കുറിച്ചാണ് അപ്പോൾ ഒരു വേർഡ് എടുത്ത് അന്നേരം അങ്കിൾ സംസാരിച്ചത്. അബ്രഹാം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വീണ്ടും വീണ്ടും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വീണ്ടും വീണ്ടും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ചവനെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളും ആ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്നാണ് ബി ജി വർഗീസ് അങ്കിൾ പറഞ്ഞത്. അതാണ് ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയും ഈ മിനിസ്ട്രിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്കിളുടെ ആ വാക്കുകളാണ് ഓർമ്മ വന്നത്. സോ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. നമുക്കടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ തന്നെ സ്വർഗം നമ്മളെ സൂക്ഷിക്കും. I bless you in Jesus almighty name. Amen. God bless you.